ഹായ് ഹലോ, ദിസ് ഇസ് നിതിൻ ശരാജ്. സ്റ്റെറോയിഡ്സിന്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റിയുള്ള ഈ വീഡിയോ ഫോർത്ത് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ട്രെൻബോളോൺ. അപ്പോൾ ട്രെൻബോളോണിന്റെ ആദ്യം തന്നെ നമുക്കൊന്ന് റേറ്റ് ചെയ്യാം. ട്രെൻബോളോണിന്റെ മസിൽ ബിൽഡിംഗ് എബിലിറ്റി 8 out of 10 ആണ്. സ്ട്രെങ്ത് ഗെയിൻ എഗെയിൻ 8 out of 10 ആണ്. ഇതിന്റെ സൈഡ് എഫക്ട്സ് ഐ വുഡ് ഗിവ് 9.5 out of 10. ഇനി നമുക്ക് ഇതിന്റെ പ്രോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോസ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ സ്ട്രെങ്ത് ഗെയിൻ എക്സെപ്ഷണൽ ആണ്, മസിൽ ബിൽഡിംഗ് എബിലിറ്റി എക്സെപ്ഷണൽ ആണ്, റിക്കവറി ടൈംസ് നോട്ട് ചെയ്യേണ്ട കാര്യം വളരെ ഫാസ്റ്റായിട്ട്, ഇതിനൊക്കെ ഫാസ്റ്റായിട്ട് നമ്മൾ റിക്കവർ ഒരു എക്സസൈസിൽ നിന്ന് റിക്കവറി ചെയ്യാൻ പറ്റുന്ന PDs വളരെ കുറവാണ്. അത്രയും ഫാസ്റ്റ് റിക്കവറിയാണ്. ഇനി ഇതിന് ഫാറ്റ് ലോസ് തരാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ബാക്കിയുള്ള PDs അപേക്ഷിച്ച് നോക്കുമ്പം ഫാറ്റ് ലോസ് തരാൻ പറ്റുന്നൊരു കാര്യത്തിൽ ട്രെൻബോളോൺ വളരെ ഹൈലി റേറ്റഡ് ആണ്. ഇത് നമ്മുടെ ആൻഡ്രോജൻ റിസെപ്റ്റേഴ്സിനെയും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിസെപ്റ്റേഴ്സിനെയും മോഡിഫൈ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫാറ്റ് ലോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന് അരോമറ്റൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഇത് കട്ടിങ് സൈക്കിളിലാണ് യൂസ് ചെയ്യുന്നത്. ഈവൻ ദോ കുറച്ച് ആൾക്കാർ ഇത് ബൾക്കിംഗ് സൈക്കിളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബൾക്കിങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഷോർട്ട് ടൈമായിട്ട് യൂസ് ചെയ്യുക. ഈവൻ കട്ടിങ്ങിൽ പോലും നമ്മൾ വളരെ ഷോർട്ട് ടൈമായിട്ട് മാത്രം യൂസ് ചെയ്യേണ്ട ഒരു കോമ്പൗണ്ടാണിത്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്ട്രെക്സ് ഡ്രൈവ് വളരെ ഹൈ ആയിരിക്കും. നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻ്റ് ആയിരിക്കും. ഞാനൊരു കിങ് ആണ്, ഒരു ആൽഫയാണ്, ഞാനൊരു സിഗ്മയാണെന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തോന്നുന്നത്. ചിലപ്പോൾ നമ്മളായിരിക്കാം അല്ലായിരിക്കാം, പക്ഷേ സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു ഫീല് തരുന്ന അമ്മാതിരി ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കോമ്പൗണ്ടാണ് ട്രെൻഡ്. പിന്നെ ഇതിലെ ജിമ്മിൽ കിട്ടുന്ന നമ്മുടെ ഒരു പമ്പ്, വർക്കൗട്ട് ചെയ്യുമ്പോൾ പമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ട്രെൻഡിന് നമ്മുടെ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് കൂട്ടാനുള്ള എബിലിറ്റി ഉള്ളതുകൊണ്ടും അത്യാവശ്യം നല്ല അടിപൊളി പമ്പ് തരാനും ട്രെൻഡിന് പറ്റുന്നതാണ്. ഇനി നമുക്ക് ട്രെൻഡിന്റെ കോൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട്. ഏറ്റവും ആദ്യം തന്നെ ഈ ട്രെൻഡ് എടുക്കുമ്പോൾ നമുക്ക് മൂഡ് സ്വിങ്സ് വളരെ ഹൈ ആയിരിക്കും. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് എടുക്കുമ്പോൾ അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ അഡ്രിനാലിൻ ലെവൽസ് കൂടുതലായിരിക്കും. നമ്മൾ ഓൾമോസ്റ്റ് 24 hours നമ്മൾ അലേർട്ട് ആയിരിക്കും. നമ്മുടെ ബോഡി അലേർട്ട് ആയിരിക്കും, നമ്മുടെ ബ്രെയിൻ അലേർട്ട് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് ഒരു റെസ്റ്റ് കിട്ടത്തില്ല. ആ ഒരു അവസ്ഥ വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് സ്ട്രെസ് കൂടും, നമ്മുടെ കോർട്ടിസോൾ ലെവൽ കൂടും. നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ വളരെ ഇറിറ്റേറ്റഡ് ആയിരിക്കും ഈ ട്രെൻഡ് എടുക്കും. അതുമാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. പിന്നെ നമുക്ക് കാര്യമായ ഹെയർ ലോസ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. പ്രോസ്ട്രേറ്റ് എൻലാർജ്മെന്റ് ഉണ്ടാക്കും ട്രെൻഡ്, ബോഡി ഹെയർ ഉണ്ടാക്കാം, ആക്നെ ഉണ്ടാക്കാം, പ്രൊലാക്റ്റിൻ ഹോർമോൺ പ്രൊഡക്ഷൻ കൂട്ടുന്നതുകൊണ്ടും ഗൈനക്കോമാസ്റ്റിക്കുള്ള റിസ്ക് കൊണ്ട് ട്രെൻഡ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ട്രെൻഡിൻ്റെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് കഫ്. ഈ ട്രെൻഡ് കഫ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സിലുള്ള മസിൽ ഭയങ്കരമായിട്ട് വാസോ കൺസ്ട്രക്റ്റഡ് ആവും. അവിടോട്ട് അതിന് എന്താ പറയുക, കൺട്രാക്റ്റും റിലാക്സും ചെയ്യാനുള്ള എബിലിറ്റി താൽക്കാലികമായിട്ട് ഇച്ചിരി കുറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഈ ട്രെൻഡ് കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ട്രെൻഡ് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു സാധനം, നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ടാവും അല്ലേ. ഇപ്പം രാത്രി ഉറങ്ങുന്ന സമയത്തും വർക്കൗട്ട് ചെയ്യുമ്പോഴും എല്ലാ സമയത്തും നമ്മുടെ ഒരു സ്വെറ്റിംഗ് കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഡ്രിനാലിനും മറ്റു സാധനങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഇത് ഭയങ്കര ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടും ഉണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇത്രയും സ്വെറ്റിംഗ്. ഇതുപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഇത്രയും സ്ട്രെസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. നമുക്ക് ഇൻസോംനിയ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കോമ്പൗണ്ടാണ്. അതിനാണ് നമ്മൾ ട്രെൻസോംനിയ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ട്രെൻഡ് ഉപയോഗിക്കുമ്പം ഈ പറയുന്ന പോലെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ട് ഒരു സപ്ലിമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു നോട്ട് ചെയ്ത് വെക്കുക. 5-HTP എന്ന് പറഞ്ഞൊരു സപ്ലിമെൻ്റ് ഉണ്ട്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് മൂലം ഉണ്ടാകുന്ന ഇൻസോംനിയനെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റുള്ള കോമ്പൗണ്ട്സ് പോലെ തന്നെ ട്രെൻഡിന് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ നമ്മുടെ കിഡ്നി ലിവർ ഫംഗ്ഷനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നൊരു കോമ്പൗണ്ടാണ് ട്രെൻഡ്. ഇനി നമുക്ക് ട്രെൻഡ് എത്ര നാളത്തെ സൈക്കിളിൽ ചെയ്യണം, എന്ത് ഡോസേജ് ചെയ്യണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബൾക്കിംഗ് ടൈം ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ് ടു 4 weeks വരെ നമുക്കൊരു ട്രെൻഡ് സൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. കട്ടിങ് പീരീഡിലാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ഒരു 6 weeks മതിയാവും. ഞാനിപ്പോൾ എൻ്റെ ക്ലയൻസിൽ ഒരു 2 to 3 weeks ഒക്കെ കൊടുക്കാറുള്ളൂ. നിങ്ങളൊരു വലിയ ബോഡി ബിൽഡറാണ്, നിങ്ങൾ കമ്പീറ്റ് ചെയ്യുന്ന കോമ്പറ്റീഷൻ ലെവലും അത്ര ഹൈ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 to 6 weeks മതിയാവും. അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൻ്റെ ഒരു ഡോസേജ് പറയുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ എഫക്റ്റീവ് ഡോസേജ്, സ്മോളസ്റ്റ് എഫക്റ്റീവ് ഡോസേജ് ആണ് ട്രെൻഡിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ടും കാര്യങ്ങൾക്കും നിങ്ങളത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ മിനിമം ഡോസേജിൽ എഫക്റ്റ് ഫീൽ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ഡോസേജിൽ നിങ്ങൾ നിർത്തുക എന്നുള്ളതാണ്. ഐ വുഡ് സേ ഒരു 70 mg per week തൊട്ട് ഒരു 150 mg per week വരെ റേഞ്ചിൽ നിങ്ങൾക്ക് ട്രെൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സിയാ.